ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ BDJS മത്സരിക്കാൻ സാധ്യത. NDA നേതൃത്വത്തോട് കോട്ടയം ഉൾപ്പെടെ 5 സീറ്റുകൾ ആവശ്യപ്പെട്ടു. സീറ്റ് ലഭിച്ചാൽ കോട്ടയത്തെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ സാധ്യതയുണ്ട്. വയനാട് സീറ്റ് ഇത്തവണ അവർ ആവശ്യപ്പെടില്ലെന്നും അറിയുന്നു. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ. ഗുഡ് മോർണിംഗ് ടോബി ജോൺസൺ, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SK. എന്തായാലും വയനാട്ടിൽ ഇത്തവണ BDJS മത്സരിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് കോട്ടയം സീറ്റ് അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാകുന്ന കോട്ടയം സീറ്റിലേക്ക് ചുവട് മാറ്റാൻ വേണ്ടി BDJS ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കോട്ടയം സീറ്റ് ഉൾപ്പെടെ 5 സീറ്റുകളാണ്, ഇടുക്കി, പത്തനംതിട്ട, മാവേലിക്കര ഉൾപ്പെടെ 5 സീറ്റുകളാണ് നിലവിൽ ചോദിച്ചിരിക്കുന്നത്. അതിൽ തൃശ്ശൂരുമുണ്ട് എന്നാണ് നമുക്ക് വിവരം. സുരേഷ് ഗോപി അവിടെ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ തൃശ്ശൂർ വിട്ടുകൊടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും കോട്ടയം സീറ്റിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം കഴിഞ്ഞ തവണ 1,50,000-ഓളം വോട്ടുകളാണ് NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. അതിൽ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം, ഒരു ആത്മവിശ്വാസം BDJSനുണ്ട്. അതിനുള്ളൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളിയെ തന്നെ കളത്തിൽ ഇറക്കാനുള്ള ഒരു ആലോചന കൂടി നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP നേതൃത്വത്തിനും ഇതിനോട് താല്പര്യമുണ്ട് എന്നുള്ള സൂചനയാണ്. നേരത്തെ അനിൽ ആന്റണി കോട്ടയത്ത് മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ BDJS ഈ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയോ കോട്ടയമോ അനിൽ ആന്റണിക്ക് കിട്ടാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചർച്ചകൾ എന്തായാലും സജീവമാണ്. എന്തായാലും കോട്ടയം സീറ്റ് കൂടി വേണമെന്നുള്ള ഒരു ആവശ്യമാണ് BDJS ഇപ്പോൾ NDAക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ സീറ്റ് വിഭജന ചർച്ചയിൽ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കോട്ടയം സീറ്റിന് വേണ്ടി തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് BDJS പോയിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SK.